ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ലാമിൻ യമാൽ ഇപ്പോഴും ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസണിൽ ആകെ 12 അസിസ്റ്റുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ലാലിഗയുടെ കണക്കിലേക്ക് വന്നാൽ 15 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും 9 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട്. കേവലം 17 വയസ്സ് മാത്രമുള്ള ഈ താരം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒന്നാണ്. അതിൻ്റെ തെളിവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ അഥവാ സെർച്ച് ചെയ്ത ഫുട്ബോൾ താരം അത് മറ്റാരുമല്ല, ലാമിൻ യമാലാണ്. മറ്റു പല പ്രമുഖരായ കളിക്കാരെയും പിന്തള്ളിക്കൊണ്ടാണ് ലാമിൻ യമാൽ ഇപ്പോൾ ഈയൊരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, കായിക ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത മൂന്നാമത്തെ വ്യക്തിയായി മാറാനും യമാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് ഇമാനെ ഖലീഫ്, രണ്ടാം സ്ഥാനത്ത് മൈക്ക് ടൈസൺ എന്നിവർ വരുന്നു. അതിന് പിറകിൽ മൂന്നാം സ്ഥാനത്താണ് ലാമിൻ യമാൽ വരുന്നത്. ഫുട്ബോൾ താരങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ എന്നിവരുടെയൊക്കെ പിൻഗാമിയായിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പറയാൻ കാരണം 2015, 16, 17, 18 എന്നീ വർഷങ്ങളിൽ ആളുകൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പക്ഷേ 2019 ആ സ്ഥാനം നെയ്മർ ജൂനിയർ കൈക്കലാക്കി. എന്നാൽ 2020 ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി. 2021 നെയ്മർ ജൂനിയർ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയായിരുന്നു. 2022 ലയണൽ മെസ്സി ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയായിരുന്നു. എന്നാൽ ഇവരെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ പിൻഗാമിയായി കൊണ്ട് ലാമിൻ യമാൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അസാധാരണമായ പ്രകടനമാണ് ഈ ഒരു വർഷം നടത്തിയിട്ടുള്ളത്. ബാഴ്സയ്ക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് ഇപ്പോൾ തിരഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.